ടു മൈ യൂട്യൂബ് ചാനൽ 555 ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ കാര്യത്തിൽ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ മാസം 2025 ഒക്ടോബർ മാസം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഡിസ്കൗണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ അതായത് ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ റേറ്റിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. നിങ്ങളല്ലാതെ മറ്റാരും ഈ വ്യക്തിക്ക് ചേരുകയില്ലെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മുഴുവനുമായിട്ട് കാണുക, വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ നിങ്ങളോടുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണ് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏത് രീതിയിലാണ് ഈ റിലേഷൻഷിപ്പിനെ നോക്കുന്നത്, നിങ്ങളോടുള്ള മനോഭാവം, കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിൽ വരുന്നുണ്ടോ, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് നോട്ട് ഫോർ യു എന്നാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ചേരാത്ത അല്ലെങ്കിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള ചില ബന്ധങ്ങളിലൊക്കെ പോയി പെട്ടിട്ടുണ്ട്. അത് കുറച്ച് നാളത്തേക്കുള്ളൊരു വിനോദത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടായിരിക്കാം, കുറച്ച് നാളത്തേക്കുള്ള ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള ഒരു എന്താ പറയുക സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നിങ്ങനെയുള്ള പല സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി വിചാരിച്ചത് നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളവർ ഈ വ്യക്തിക്ക് ചുറ്റിനുമുണ്ട്. അതുകൊണ്ട് അവരാണ് നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അവർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരോട് സ്നേഹിച്ചിട്ടുണ്ടാകാം, സ്നേഹമായിട്ട് നിന്നിട്ടുണ്ടാകാം, അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം, അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാകാം, ആ സമയത്ത് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം, നിങ്ങൾക്ക് പ്രാധാന്യം തരാതെ ഇരുന്നിട്ടുണ്ടാകാം. ഈ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി തിരിച്ചറിയുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും തിരിച്ചടി കിട്ടിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലും ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടാകണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പൊ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരല്ല ഈ പേഴ്സണ് ചേർന്നിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ അവർക്ക് കൊടുത്തിട്ടുള്ള ആത്മാർത്ഥതയുടെയും സ്നേഹത്തിന്റെയും ഒരു 100% പോലും അവരുടെ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടുന്നില്ല. നിങ്ങൾ മീൻസ് ഈ പേഴ്സണിലേക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എന്തൊക്കെയോ ഒരു അനുഭവത്തിലൂടെ ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഈ വ്യക്തിക്ക് ചേർന്നിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വിധിച്ചിട്ടുള്ളതല്ല, ഈ വ്യക്തിക്ക് നല്ലത് തരുന്നതല്ല എന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തി സ്വന്തമായിട്ട് പ്രൊട്ടക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നെഗറ്റീവ് എനർജീസിലൊക്കെ ആണെങ്കിലും നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാരിൽ നിന്നും ഒക്കെ ഈ പേഴ്സൺ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുത്തിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പലതും ഈ പേഴ്സൺ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നുമൊക്കെ ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും എല്ലാത്തിനുപരി ഈ പേഴ്സൺ സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അതായത് നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കണം അല്ലേ. നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് കൊണ്ട് കാര്യമില്ല.
നമ്മൾ ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. എന്ന് പറയുന്ന പോലെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേഴ്സൺ സ്വന്തമായിട്ട് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പക്ഷേ യോഗ ചെയ്യാം, അല്ലെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യാം, അല്ലെങ്കിൽ ഈവിൾ ഐ ബ്രേസ്ലെറ്റ്, അത് ഞാൻ പറ്റുമെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടേക്കാം. ഈവിൾ ഐ ബ്രേസ്ലെറ്റ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ബ്രേസ്ലെറ്റ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ശരീരത്തിലോ കൈകളിലോ ഒക്കെ അണിയാവുന്നതാണ്. ഓക്കെ, അത് വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്നു. കാരണം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ ഒരു എനർജി വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണും ആ ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങളും വരിക. ഓക്കെ, പറ്റുമെങ്കിൽ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം. യെസ്, ഹീലിംഗ് ഹാവേഴ്സ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട്. അതായത് ഈ വ്യക്തിയെ നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവിടെ പോലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പേഴ്സന്റെ വീട്ടിലാണെങ്കിലും നിങ്ങളെ കുറിച്ച് ചിലപ്പോൾ മോശം അഭിപ്രായമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനോട് അത്രയും അങ്ങോട്ട് താല്പര്യമില്ലായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ഈ പേഴ്സൺ എന്തായാലും ശ്രമിക്കുന്നുണ്ട്. അതായത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്, അപ്പൊ പ്രശ്നങ്ങൾ അങ്ങനെ നടന്നോട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കും എന്നുള്ള രീതിയിലല്ല. പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിക്കണം, പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും സോൾവ് ആക്കാൻ നോക്കണം, അത്രയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മനോഭാവമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. യെസ്, എംപറർ എനർജിയാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഒരു ലീഡിങ് പൊസിഷനിൽ എത്താൻ കഴിവുള്ള ഒരു പേഴ്സൺ ആണ്. ഇപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, സ്വന്തമായിട്ട് ഒരു കമ്പനി ഉണ്ടാകാം, അല്ലെങ്കിൽ അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കരമായിട്ടൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരിക്കലും താല്പര്യമില്ലാത്ത രീതിയിൽ ജീവിതത്തിൽ നിൽക്കാനായിട്ട് പറ്റില്ല. എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കണം, എപ്പോഴും പ്രസന്റബിൾ ആയിട്ട് നിൽക്കണം, വളരെയധികം എനർജിയോട് കൂടി നിൽക്കണം. കാരണം ഈ പേഴ്സന്റെ പ്രൊഫഷൻ അങ്ങനെയാണ്, ജീവിതം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. എങ്ങാനും ഈ പേഴ്സൺ ഒന്ന് ഡെസ്പായി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ യഥാർത്ഥ എനർജിയിലേക്ക് വരുന്ന വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഒരു ഗ്രൂപ്പ് വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ടീം വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അത് പേഴ്സണൽ പരമായിട്ടും പ്രൊഫഷണൽ പരമായിട്ടും ഒരുപാട് വ്യക്തികളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളതായിട്ടും ഒരുപാട് വ്യക്തികളായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് വർക്ക് ഒക്കെ ചെയ്യുന്ന പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ടീം വർക്ക് ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സംഘടനയൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് കണക്ഷൻസ്, അതായത് വ്യക്തിപരമായിട്ടും പ്രൊഫഷണൽ പരമായിട്ടും ഒരുപാട് കണക്ഷൻസ് ഈ വ്യക്തി നിലനിർത്തുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം അതുകൊണ്ട് തന്നെ വളരെ ബിസിയാണ്. ഒരുപക്ഷെ വളരെ ബിസി ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും, ഒരുപാട് തിരക്കുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ അറിയാം സ്വന്തം കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അതായത് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, മനുഷ്യരാണ്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും സ്വന്തം ജീവിതമാണെങ്കിലും എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ഒരു വ്യക്തിത്വത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഹോണർ യുവർ ഫീലിങ്സ് ആണ്. അതായത് പൈസസ്, സ്കോർപിയോ ആ ഒരു വാട്ടർ സൈൻ എനർജിയാണ്. വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള ഫീലിങ്സ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സന്റെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ വ്യക്തി നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഫീലിങ്സ് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ അത് നോക്കുന്നുണ്ട്, അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ആദ്യമൊക്കെ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് നോക്കും. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പൂർണ്ണ ബോധ്യം ഈ വ്യക്തിക്കുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും അത് എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടതെന്നും ഒക്കെ
ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ അതിലൂടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങളെ ഒരിക്കലും മാറ്റി നിർത്താൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല എന്നാണ് ഈ പേഴ്സൺ അതിലൂടെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നത്. യെസ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. ഫിനാൻഷ്യൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം അത് ഈ വ്യക്തിക്ക് വേണമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിശ്വാസങ്ങളും ഫാമിലി ട്രഡീഷൻസ് ആണ്. ചിലപ്പോൾ കുടുംബപരമായിട്ടൊക്കെ അമ്പലം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, പള്ളി കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും വളരെയധികം നന്നായിട്ട് അതിപ്പോൾ എന്താ പറയുക, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ പേഴ്സൺ വളരെയധികം വിശ്വാസിയായിട്ട് കാണിക്കുന്നുണ്ട്. വിശ്വാസപരമായിട്ടൊക്കെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ടാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് ക്ലൂസ് എടുക്കുന്നില്ല. അപ്പൊ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ മാസം 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.